വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ വിവാഹം സോഷ്യൽ മീഡിയ ഏറെ ചർച്ചയായിരുന്നു. ഒരു വർഷം മുമ്പ് നടന്ന രഹസ്യ വിവാഹവും പിന്നാലെ വീട്ടുകാരെ ഞെട്ടിച്ച് വിവാഹ പ്രപ്പോസൽ നടത്തുകയും വിവാഹം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരത്തെ വിവാഹിതരായി എന്ന രഹസ്യവും ദിയ പരസ്യമാക്കിയത് ഏറെ ചർച്ചകൾക്ക് വഴിവെക്കുകയായിരുന്നു. ഇപ്പോൾ വിവാഹത്തിന് ഹണിമൂൺ ട്രിപ്പിലാണ് ദിയയും അശ്വിനും. ഇരുവർക്കുമൊപ്പം ദിയയുടെ കുടുംബവുമുണ്ട്. ബാലിയിലേക്കാണ് കൃഷ്ണകുമാറും കുടുംബവും യാത്ര പോയത്. ബാലിയിൽ നിന്നുള്ള രസകരമായ കാഴ്ചകൾ ദിയയും സഹോദരിമാരും അമ്മയുമെല്ലാം യൂട്യൂബ് ചാനലിലൂടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പങ്കുവയ്ക്കാറുണ്ട്. ഇതിനിടെ ദിയ പങ്കുവച്ച തന്റെയും അശ്വിന്റെയും ചിത്രം വിമർശനങ്ങൾക്കും കയ്യടിക്കും വഴിയൊരുങ്ങുകയാണ്. സ്വിമ്മിംഗ് സൂട്ട് ധരിച്ചുള്ള ചിത്രമാണ് ദിയ പങ്കുവച്ചത്. കടൽക്കരയിൽ നിന്നുള്ള ചിത്രത്തിൽ ദിയയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ് അശ്വിൻ. മനോഹരമായ ചിത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. നിരവധി പേരാണ് നല്ല കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. എന്നാൽ പതിവ് പോലെ ചില സദാചാരവാദികൾ ചിത്രത്തിലെ ദിയയുടെയും അശ്വിന്റെയും വസ്ത്രത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. ഹണിമൂണിനുള്ള കാശ് കൂടി നാട്ടുകാരിൽ നിന്ന് ഉണ്ടാക്കണ്ടേ? എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നേൽ ഒരു ടോപ്പ് വാങ്ങാനുള്ളത് ഞാൻ കൊടുത്തേനെ. തൽക്കാലം അമ്മച്ചി കൊടുക്കണം. ഹണിമൂണല്ലേ ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇനിയും ഇതുപോലുള്ള പോസ്റ്റർ ഇടുക, വരുമാനം ഉണ്ടാക്കുക. കാര്യം പറഞ്ഞ അത് നെഗറ്റീവ് കമന്റ് ആവും. അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. പോട്ടെ, അടുത്ത റീല് കാണട്ടെ. ഇത് കുറച്ച് ഓവറല്ലേ? ഇറുക്കത്തിലും മുറുക്കത്തിലും കാവാലം ചട്ടികൾ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. മോശം കമന്റ് ഇടുന്നവർക്ക് മറുപടി നൽകിക്കൊണ്ടും ചിലർ മുന്നോട്ട് വരുന്നുണ്ട്. നിങ്ങൾ മാത്രം ഇത് കണ്ടാൽ പോരെ എന്നായിരുന്നു ഒരു വിമർശനം. അവരുടെ അക്കൗണ്ട് അവർ ഇട്ടു, അവർക്ക് പ്രശ്നമില്ല. കടി നാട്ടുകാർക്കാണല്ലോ, നിങ്ങൾ നോക്കേണ്ട എന്ന് വെച്ചാൽ പ്രശ്നം തീരില്ല എന്നാണ് അതിന് സോഷ്യൽ മീഡിയ നൽകുന്ന മറുപടി. ഇന്ത്യക്ക് പുറത്തുള്ളവർ ചെയ്ത കൈയടിച്ച് പ്രോത്സാഹനം കൊടുക്കാൻ കുറെ എണ്ണം. ഇതേ കാര്യം കേരളത്തിലാണെങ്കിൽ കുറ്റം പറയാൻ മാത്രം എല്ലാവർക്കും അറിയും. സിനിമാ നടിമാരുടെ പിക്കാണെങ്കിൽ നീയൊക്കെ ഇപ്പോൾ ലൈക്ക് അടിച്ചേനെ പോസ്റ്റിന്. ഈ ഡയലോഗ് അവിടെ പോയി പറയില്ല. ലോകത്ത് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ട്. നാട്ടുകാരുടെ ഇഷ്ടത്തിനല്ല നടക്കുന്നതെന്നും പിന്തുണയുമായി എത്തുന്നവർ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുടുംബസമേതം ബാലിയിൽ അവധി ആഘോഷിക്കുകയാണ് കൃഷ്ണകുമാറും കുടുംബവും. വിവാഹശേഷം ദിയയും അശ്വിനും നടത്തുന്ന ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് കൂടിയാണ് ബാലിയിലേക്കുള്ളത്. ഒരു ഹണിമൂൺ ട്രിപ്പ് എന്നും വിശേഷിപ്പിക്കാം. ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലമായിരുന്നതിനാലാണ് കൃഷ്ണകുമാറും കുടുംബസമേതം ബാലിയിലേക്ക് എത്തിയത്. ബാലിയിലെ വിശേഷങ്ങളെല്ലാം കൃത്യമായി സോഷ്യൽ മീഡിയ വഴി ദിയയും അശ്വിനും കൃഷ്ണകുമാറും അഹാനയും സിന്ധുവുമെല്ലാം ആരാധകരിലേക്ക് എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മകൾക്കും മരുമകനുമൊപ്പം രജനീകാന്ത് ചിത്രത്തിലെ വൈറൽ സോങ്ങിന് റീൽ ചെയ്ത് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും എത്തിയിരുന്നു. OCയുടെ ഐഡിയ പ്രകാരം ഒരു രസത്തിനായി ചെയ്ത ഡാൻസ് എന്ന തലക്കെട്ട് നൽകിയാണ് കൃഷ്ണകുമാർ വീഡിയോ പങ്കിട്ടത്. മണിക്കൂറുകൾക്കുള്ളിൽ മില്യൺ കണക്കിന് വ്യൂസ് ആണ് വീഡിയോയ്ക്ക് ലഭിച്ചത്. ജീൻസിലും ബനിയനിലും ഏറ്റവും സ്റ്റൈലിഷായി എത്തിയത് കൃഷ്ണകുമാർ തന്നെയായിരുന്നു. സിന്ധുവും വളരെ നാളുകൾക്ക് ശേഷമാണ് മക്കൾക്കൊപ്പം റീൽസിന് ചുവടുവെച്ചത്. വൈറൽ ഡാൻസിന് പിന്നാലെ ബാലിയിലെ ഫേമസ് ആയ ബാലി സ്വിംഗ് പരീക്ഷണവും ഉണ്ടായിരുന്നു. ബാലി സ്വിംഗിൽ കയറുമ്പോൾ സ്ത്രീകൾ ധരിക്കാറുള്ള ലോങ് ടെയിലുള്ള ഗൗണൊക്കെ അണിഞ്ഞ് 20-കാരിയെ പോലെയായിരുന്നു സിന്ധു എത്തിയത്. സിന്ധുവിന്റെ ഗൗണിന് മാച്ചാകുന്നതായിരുന്നു കൃഷ്ണകുമാറിന്റെ വേഷവും. ഇരുവരുടെയും ഊഞ്ഞാലാട്ടത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി മാറിയിരുന്നു.